നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. Let us turn our thoughts to the word that we are going to meditate today. John chapter 8, John chapter 8, verse 12. verse 12. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. And Jesus spoke to them again, saying, I am the light of the world. He who follows me shall not walk in darkness, but have the light of life. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിന് വരാൻ കഴിഞ്ഞില്ല, ഇന്ന് മാത്രം വന്നിട്ടുള്ള ഒന്ന് കൈ ഉയർത്തിക്കേ. In the past week, if you did not get the opportunity to come to the fasting prayer, and if you have come today, can you lift your hands? നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. I pray that God bless you abundantly. ഓക്കെ, നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു. Today what we are going to meditate is about the Lord Jesus Christ. I am the light of the world. കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ കർത്താവായ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുകയാണ്. Jesus says, I am the light of the world. യോഹന്നാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് യേശുവിനെ കുറിച്ച് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. John is describing about Jesus Christ in a very beautiful manner. ഏറ്റവും നല്ല നിലയിലാണ് യേശുവിനെ ഓരോ അധ്യായത്തിലും ചൂണ്ടിക്കാണിക്കുന്നത്. And he is pointing out Jesus Christ in a very, very beautiful manner. ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തു ദൈവപുത്രനായി വെളിപ്പെടുത്തുമ്പോൾ രണ്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തു മനുഷ്യപുത്രനായി വെളിപ്പെടുത്തുകയാണ്. In the first chapter he describes Jesus Christ as the son of Father, son of God, and in the second chapter he describes Jesus as the son of man. മൂന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ ദിവ്യ ഉപദേഷ്ടാവായി വെളിപ്പെടുത്തുകയാണ്. And in the third chapter he is called a divine messenger. നാലാം അധ്യായത്തിൽ ആത്മരക്ഷകനായി വെളിപ്പെടുത്തുകയാണ്. And in the fourth chapter he is the deliverer of the soul. അഞ്ചാം അധ്യായത്തിൽ സൗഖ്യദായകനായി വെളിപ്പെടുത്തുകയാണ്. In the fifth chapter he is the healer. ആറാം അധ്യായത്തിൽ ഞാൻ തന്നെ ജീവന്റെ അപ്പമെന്ന് വെളിപ്പെടുത്തുകയാണ്. And in the next chapter he says that I am the bread of life. ഏഴാം അധ്യായത്തിൽ ഞാൻ തന്നെ ജീവജല നദി എന്ന് വെളിപ്പെടുത്തുകയാണ്. And in the seventh chapter he says that I am the living water, and I'm the river of water, river of life. എട്ടാം അധ്യായത്തിൽ ഞാൻ പാപമോചകനായി എന്ന് വെളിപ്പെടുത്തുകയാണ്. In the 8th chapter he says that he says he's the redeemer of our sins. ഒൻപതാം അധ്യായത്തിൽ ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറയുന്നു. And in the 9th chapter he says that I am only the light of the world. പത്താം അധ്യായത്തിൽ ഞാൻ തന്നെ നല്ല ഇടയൻ എന്ന് പറയുകയാണ്. In the 10th chapter he says that I am a good shepherd. പതിനൊന്നാം അധ്യായത്തിൽ ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനും എന്ന് പറയുന്നു. And in the 11th chapter he says that I am the resurrection of life. പന്ത്രണ്ടാം അധ്യായത്തിൽ ഞാൻ തന്നെ രാജാവെന്ന് വെളിപ്പെടുത്തുകയാണ്. And in the 12th chapter he says that I am the only king. പതിമൂന്നാം അധ്യായത്തിൽ ഞാൻ തന്നെ ദാസൻ എന്ന് വെളിപ്പെടുത്തുകയാണ്. And in the 13th chapter he says that I am a servant. പതിനാലാം അധ്യായത്തിൽ ഞാൻ തന്നെ ആശ്വാസദായകൻ എന്ന് വെളിപ്പെടുത്തുകയാണ്. And in the 14th chapter he says that I am the one who gives you rest. പതിനഞ്ചാം അധ്യായത്തിൽ ഞാൻ മുന്തിരിവള്ളിയാണെന്ന് And in വെളിപ്പെടുത്തുന്നു. the 15th chapter he says that I am the true vine. പതിനാറാം അധ്യായത്തിൽ ഞാൻ ആത്മദാതാവായി വെളിപ്പെടുത്തുകയാണ്. And in the next chapter he says that I am I'm your spiritual father. പതിനേഴാം അധ്യായത്തിൽ മഹാപുരോഹിതൻ എന്ന് വെളിപ്പെടുത്തുകയാണ്. And in the 17th chapter he is the high priest. പതിനെട്ടാം അധ്യായത്തിൽ കഷ്ടം അനുഭവിക്കുന്നവനായി And in the വെളിപ്പെടുത്തുകയാണ്. 18th chapter he is seen as the one who suffers. ഇതാ 20ാം അധ്യായത്തിൽ 19ാം അധ്യായത്തിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായി And in വെളിപ്പെടുത്തുകയാണ്. the 19th chapter he says that I am the one who has been resurrected. 20ാം അധ്യായത്തിൽ ഞാൻ തന്നെ മരണത്തെ ജയിച്ച ജയാളിയായി And in the വെളിപ്പെടുത്തുകയാണ്. 20th chapter he says that I am the one who has overcome the death. 21ാം അധ്യായത്തിൽ പശ്ചാത്തപിക്കുന്നവരെ മടക്കി വരുത്തുന്നവനായി And in the വെളിപ്പെടുത്തുകയാണ്. 21st chapter he calls the one who is repenting of their sins. യേശുവിനൊപ്പം പറയാൻ ഈ ഭൂമിയിൽ വേറെ ആരും ഇല്ലെന്നേ. There is no one like Jesus Christ in this world. എന്റെ യേശുവിനെ പോലെ മഹാദൈവം വേറെ ആരുമില്ല. There is no God like our God Jesus എന്റെ യേശുവിനെ Christ. പോലെ മനസ്സലിവുള്ള ഒരു ദൈവം വേറെ ഇല്ല. There is no God who can have so pity on us like എന്റെ Jesus. യേശുവിനെ പോലെ പാപമോചിക്കുന്നവൻ വേറെ ആരുമില്ല. There is no God who can forgive our sins like our Jesus എന്റെ Christ. യേശുവാണ് എനിക്കെല്ലാം എല്ലാം
എല്ലാം. My Jesus is everything to me. എത്ര പേർക്ക് കരമുയർത്തി പറയാൻ കഴിയും എന്റെ യേശു എനിക്ക് എല്ലാം എല്ലാമാണ്? How many of you can raise your hands and say Jesus is all, everything to me? Hallelujah. 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 Praise Jesus. Hallelujah. Amen. നമ്മൾ മൗനമായിരിക്കാതെ ആ അതരം തുറന്ന് വാ തുറന്ന് ആമേൻ നമ്മൾ യേശു ഉന്നതനെന്ന് പറയണം. And we should not keep ourselves silent, because we should open our mouth and say and proclaim that Jesus is great. ആമേൻ. സംസാരിക്കാൻ ശേഷിയുള്ളവരെല്ലാം കരമുയർത്തിക്കേ. Everybody who can speak, can you raise your hands? Amen. ആമേൻ. ഹല്ലേലൂയ. ചിലർ പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത് പള്ളി വന്നാൽ മിണ്ടാതിരിക്കണമെന്ന്. Some of you are being taught that when you go to the church you have to keep വാ silent. തുറക്കുകയേ ചെയ്യരുത്. You're not supposed to open your mouth. നീ അങ്ങനെ തന്നെ ഇരിക്കണം. You are supposed to keep quiet in that manner. മീറ്റിംഗ് കഴിയുമ്പോൾ വേണം സംസാരിക്കാൻ. After the meeting you are supposed to speak. എന്നാ സംസാരം എന്നറിയോ? Oh, but how much they speak, you know? അയ്യോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ In our village, ആരാധന കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് മൂന്നാമത്തെ ഹല്ലേലൂയ പറഞ്ഞു തീരുമ്പോൾ ആള് വീട്ടിലെത്തിയിരിക്കും. after the service, before even the third hallelujah is over, people reach their house. പക്ഷേ ഇവിടെ ഭയങ്കര അത്ഭുതമാണ് പാസ്റ്റർ. But here it is a miracle. ആമേൻ. മീറ്റിംഗ് ഇരിക്കുന്ന സമയത്തെക്കാളും അത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഏറ്റവും വലുത്. Even after the meeting, the time that you spent in the meeting, if we consider the time that you spent in the meeting is less than the time that you spend in the church. ഇനി ഫുഡ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മണിക്കൂറുകൾ അങ്ങ് പോകും. And even if food is served, you will spend a lot of time in the church. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ആ കാര്യങ്ങൾ. But I like that thing. ആമേൻ. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ആ ഫെലോഷിപ്പിൽ കൂടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. I want you to have this fellowship. പക്ഷെ ആദ്യം കർത്താവുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് നമുക്ക് ഉണ്ടാകണം. But in the beginning, you should, above all, you should have that fellowship with our Lord Jesus. സാത്താൻ പറയും നീ മിണ്ടാതിരുന്നാ മതി. Satan will say that you should keep പക്ഷെ quiet. കർത്താവ് പറയുന്നു നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം. But God says, open your mouth in. ഞാൻ നിറയ്ക്കാമെന്ന്. I'm going to fill it. ഉറപ്പുണ്ടോ മോനെ? Do you have the confidence, my son? വാ തുറക്കാൻ പറ്റുന്നുണ്ടോ? If are you able to open your mouth? ഓ രക്തത്താൽ ജയം. Praise you, Jesus. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പിശാചിനറിയാം നീ വാ തുറന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ, യേശുവേ എന്ന് വിളിച്ചാൽ, Satan knows if you open your mouth and say hallelujah, or if you call on the name of Jesus, നിനക്ക് വിടുതൽ കിട്ടുമെന്ന് അറിയാം. you are going to get deliverance. അതുകൊണ്ട് ഇവിടെ വന്ന കൈയടിപ്പിക്കത്തില്ല. So what Satan does, he doesn't allow you to clap your hands. വാ തുറപ്പിക്കത്തില്ല. He doesn't allow you to clap, open your mouth. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെ തുറന്ന് ദൈവത്തെ സ്തുതിക്കത്തില്ല. He doesn't allow you to open your mouth and praise God. അകത്ത് അഭിഷേകമുള്ളവൻ Everybody who has the anointing inside of you, അകത്ത് ആത്മശക്തിയുള്ളവൻ അടങ്ങിയിരിക്കത്തില്ല. You will not keep quiet if you have the anointing inside of you. അന്യഭാഷകൾ എല്ലാവരും സ്തുതിച്ചാട്ടെ. Everybody praise the Lord. കരങ്ങളടിച്ചു സ്തുതിച്ചാട്ടെ. Everybody shall clap our hands and praise the Lord. Praise Jesus. യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങട്ടെ. Let the presence of the Lord Jesus come. യേശുവിന്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. I believe that the presence of the Lord is here. വിശ്വസിച്ചത് പ്രാപിക്കുക. And you believe and receive it. Hallelujah. ഒരാഴ്ച, 1 week. ദൈവം നിനക്ക് തരുന്ന ദിവസമാണ്. Oh, this is the day that the Lord has given you. യേശുവേ എന്ന് വിളിക്കാനാ നീ വന്നത്. Oh, you have come here to call on the name of Jesus. നിന്നെ വിടുവിച്ച ഈ യേശുവിനെ നന്ദി പറയാനാ വന്നത്. You have come here to give thanks to the Lord who has delivered you. നിശ്ചയമായും കർത്താവ് നിന്നെ വിടുവിക്കും. Surely God will deliver you. മിണ്ടാതെ ഇരിക്കുന്നവർ മിണ്ടാതെ പോകും. The one who is keeping quiet will go keeping quiet. പക്ഷേ യേശു എന്ന് വിളിക്കുന്ന വ്യക്തികൾക്ക്, But the one who calls on the name of Jesus, യേശു വിടുതൽ നൽകിയിരിക്കും. you will receive deliverance. ഞാൻ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി MDiv പഠിക്കുന്ന സമയം, When pastor was studying MDiv, അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. I stayed in a particular place and I studied. വേങ്ങൂർ എന്ന് പറയുന്ന സി തോമസ് സാറിന്റെ ആ ബൈബിൾ കോളേജിനാണ് ഞാൻ പഠിച്ചത്. I studied in a Bible college which was run by Pastor Thomas. അപ്പോൾ അവിടെ ഒരു മെയിൻ വ്യക്തിയുടെ വൈഫ് ആ ചർച്ചിൽ ആ ചാപ്പലിൽ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യും. And there was a main person in that place in the chapel, and that main person's wife used to attend the chapel service. അവർ വന്ന് ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കും. And that lady used to come and fold her hands and sit in the church. ഹലോ. Hallelujah. ചർച്ചിൽ വന്ന് കൈയും കെട്ടിയിരിക്കരുത്. And that you are not supposed to come to a church and just fold your hands and sit. അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കും. But what we do, we
clap our hands and worship the Lord. അപ്പോൾ പല പ്രാവശ്യം ഞാൻ നോക്കി, Many times, Pastor observed that lady. ഈ ആന്റി കയ്യും കെട്ടിയിരിക്കുകയാണ്. This auntie is always folding her hands and sitting there. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വേറെ നമ്മുടെ ഒരു ലീഡറിനോട് ചോദിച്ചു, ഇതെന്താ കയ്യും കെട്ടി, നമ്മളെല്ലാം നന്നായിട്ട് കൈയടിക്കുന്നു, ഈ ആന്റി കയ്യും കെട്ടിയിരിക്കുകയാണല്ലോ. And Pastor asked one of our leaders, what is the reason? Why is that auntie folding her hands and sitting there when we are clapping our hands and worshiping the Lord? അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, ഈ സഹോദരി ഗ്രേഡ് കൂടിയ ആളാ. Then the elderly person said that she is a very high a person in a very high post, high grade. ഒത്തിരി ഡിഗ്രി ഉള്ള ആളാണ്. She has achieved a lot of degrees. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡിഗ്രി ഉള്ളവരെന്നാ കൈയടിച്ച് ആരാധിക്കത്തില്ലയോ? Then I asked, what is the reason why if somebody has a lot of degrees, so one day can't they clap hands and worship the Lord? അപ്പോൾ എന്നോട് പറഞ്ഞു, നോക്കാൻ വേണ്ടി വന്നതാ നമ്മളെയൊക്കെ. Then the other person said that she has come to watch us. നമ്മൾ ആരൊക്കെ കൈയടിക്കുന്നുണ്ടെന്ന് കാണാൻ വേണ്ടി. She has come here to see who and all are clapping their hands. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചത് അവൻ ദൈവം ശുശ്രൂഷയ്ക്ക് 5 വിധ ശുശ്രൂഷകന്മാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. I have studied that God has selected 5 different kinds of servants. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഇടയന്മാര്, ഉപദേശകന്മാര്, apostles, prophets, leaders and sermons. ആമേൻ. അപ്പോൾ ആരാധിക്കുന്ന കാര്യത്തില് in terms of in the matters of worshiping the Lord, ശുശ്രൂഷകൾ പല വിധത്തിലുണ്ട്. there is different kinds of services. എന്നാൽ സർവശക്തനെ ആരാധിക്കുന്ന കാര്യത്തിൽ But when it comes to worshiping the Lord, അപ്പോസ്തലനും ആരാധിക്കണം, the apostle also should worship. ഇടയനായാലും ആരാധിക്കണം, If he's a servant, he has to worship. ടീച്ചർ ആയാലും ആരാധിക്കണം. Even if he's a teacher, he has എത്ര to പേർക്ക് worship. മനസ്സിലാകുന്നുണ്ട്? How many of you are able to understand this? ദൈവത്തിന്റെ മക്കളെ, നമുക്കിവിടെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. Oh God, children of God, there is no difference or there is no up and down when it comes to worshiping the Lord. വലിയവര് ചെറിയൊരു ഒരുപോലെ ആരാധിക്കണം. Small and big people all together, you should worship the Lord. അപ്പം ഈ സഹോദരി ആരാധിക്കുന്നില്ല. But this lady, she doesn't worship. ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. I was continuing my service. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ After some days, പെട്ടെന്ന് ആ സഹോദരിക്ക് ഒരു നെഞ്ചുവേദന ഉണ്ടായി. suddenly that lady got some pain, chest pain. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. They took her to the hospital. ഒരു 5 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. She was admitted for 5 days. അവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വിടുന്ന സമയത്ത്, After everything, when they were sending her home, കുറച്ച് മരുന്നൊക്കെ എഴുതി കൊടുത്തു. they wrote a few medicines. എന്നിട്ട് ഒരു എക്സസൈസ് കൂടെ ചെയ്യാനായിട്ട് പറഞ്ഞു. And she was told to perform one exercise. അപ്പോൾ എക്സസൈസ് എന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട്, And this is the exercise. She has to wake up early in the morning. ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിക്കുക. She has to drink warm water. എന്നിട്ട് ഈ 2 കൈയും ചേർത്ത് അടിക്കണം 20 മിനിറ്റ്. And she has to clap her hands for 20 minutes. സന്ധ്യയ്ക്കും And even in the evening, ഇതുപോലെ ചൂടുവെള്ളം കുടിച്ചിട്ട് she has to drink warm water. ഒരു 20 മിനിറ്റ് അവ കരം അടിക്കുക. And she has to clap her hands for 20 minutes. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ഈ അസ്വസ്ഥത ഉണ്ടാകത്തില്ല. And if she does this, she will not get this sudden chest pain or this kind of illness. ചാപ്പലിൽ വന്ന് ആരാധനയ്ക്കിരിക്കുമ്പോൾ, When she comes to the chapel for the worship, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ആ ആന്റിയാ. now she is the one who worships the Lord more. ഇതുവരെ ആരാധിക്കുന്ന ആന്റി തച്ചിന് അങ്ങ് ആരാധിക്കുക. Until now she was not clapping her hands. Now she is clapping her hands and worshiping the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ വചനം പറയുന്നു, The word of the Lord നിങ്ങൾ says, സ്തുതിക്കുമ്പോൾ കൈത്താളത്തോടു കൂടി അവനെ സ്തുതിപ്പീൻ. when you worship the Lord with the rhythm of hands, you clap your hands and worship the Lord. അത്യുച്ച നാദമുള്ള കൈത്താളങ്ങളോട് കൂടി അവനെ ആരാധിപ്പീൻ. Oh, you have to clap your hands and worship the Lord. Hallelujah. കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒന്നും മടി കാണിക്കരുത്. In terms of worshiping the Lord, you should not go behind. സയൻസ് പോലും പഠിപ്പിക്കുന്നത് കരം ചേർത്തടിച്ചാൽ പല രോഗങ്ങൾ മാറുമെന്ന്. Even science is telling that if you clap your hands, there are so many diseases which goes away from your body. സയൻസ് കണ്ടുപിടിച്ചത്. Oh, that is something which science found out today. എന്നാൽ കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. But the Lord had written about this long ഈ back. കരമടിച്ച ദൈവത്തെ ആരാധിക്കണമെന്ന്. Let us worship the Lord by clapping our hands. Hallelujah. Worship you, Father, Lord.
Praise you, Jesus. ഇടയ്ക്കൊരു ഡോക്ടറിനെ ഞാൻ പരിചയപ്പെട്ടു. I was able to meet a doctor. ആ ഡോക്ടർ പറയുന്നത് ഏറ്റവും കൂടുതൽ അറ്റാക്കാണ് മനുഷ്യന് വരുന്നത്. He told pastor that people are getting a lot of heart attack. പ്രത്യേകിച്ച് പുരുഷന്മാര്. Especially in men, he is able to see these symptoms. മനസ്സൊന്നും തുറന്നു പറയാറില്ല. They are not able to open up their hearts and speak. ഭാര്യയുടെ പോലും തുറന്നു പറയത്തില്ല. Men do not open up their hearts to their wives and speak up. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 പേരെടുത്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല. And if we talk about ladies, if they don't tell up what is there in their heart to 5 different people, they don't get peace. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കല്ല അറ്റാക്ക് വരുന്ന പുരുഷന്മാർക്കാ. Now we see that a lot of men are getting heart attacks. അത് തുറന്നു പറയാത്തോണ്ടാ. That is because you don't open up your heart. ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കുക. You are keeping things in your heart and you're traveling. ജോമൻ ബ്രദർ കരയണ്ട. Joman brother, don't cry. മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഭാര്യയോട് പറയണം. Whatever burden you have, you should speak up to your wife. എനിക്ക് നല്ല സ്നേഹമുള്ളതുകൊണ്ടാണ് ജോമനെ വിളിച്ചത്. I love Joman brother, that's the reason I took his name. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം. So he told in this manner, എൻ്റെ പാസ്റ്ററെ പുരുഷന്മാര് പലരും വരുന്നെങ്കിലും ബന്ധക്കോസുകാർ അതിനകത്ത് വളരെ കുറവാണ്. A lot of men are coming, but I don't see many people coming from a Pentecostal background. കാരണം അവരിങ്ങനെ കൈയടിച്ച് ആരാധിക്കുന്നത് കൊണ്ടേ. That is because these Pentecostal men, they clap their hands and worship the Lord. ഒന്നും അറ്റാക്ക് വരുന്നില്ല. That is the reason they don't get these heart attacks quite often. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ആരാധിപ്പിക്കാൻ വേണ്ടി പറയല്ല. In the name of Jesus, hallelujah. I'm not encouraging you to worship. നിങ്ങൾ കർത്താവിനെ ആരാധിച്ചാൽ അതിനുള്ള ഫലം നിങ്ങൾക്കുണ്ടാകും. But what I'm telling you is, if you worship the Lord, you will reap the benefits. Hallelujah. കരം തട്ടി അല്പസമയം കൂടെ കർത്താവിനെ സ്തുതിക്കട്ടെ. Oh, let us all worship ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Let us to speak in tongues. ദുഷ്ടന്റെ ശക്തികൾ അഴിയണമെങ്കിൽ, പൈശാചിക പോരുകൾ പൊളിയണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുക. If the bondage of evil has to leave you today, worship the Lord. എന്തിനാരാധിക്കണം നാം? Why should we worship the Lord? ഉലക മഹാന്മാരുടെ സകല കല്ലറകൾ അടഞ്ഞിരിക്കുമ്പോൾ, when the graves of great saints are still closed, നമ്മുടെ ഉന്നത മഹേശ്വരൻ ഇന്ന് ഉയരത്തിൽ വാഴുന്നു. Great Lord is living in heaven today. ആ യേശുവിനെ ആരാധിക്കാനാണ് ഈ ആഴ്ചവട്ടത്തിന് നമ്മൾ വന്നത്. Oh, the first Sunday we have come here to worship that Jesus. 3 ദിവസമേ എന്റെ യേശുവിനെ കല്ലറയിൽ ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. Only for 3 days our Jesus was in the grave. ഉയർപ്പിച്ചവൻ. Oh, he who raised യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചവൻ. He who raised Jairus' daughter. കല്ലറയ്ക്കകത്ത് ഒതുങ്ങി എന്ന് പറയുമ്പോൾ, when they said that they were buried in the grave, ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, when the spirit of resurrection, കല്ലറയിൽ നിന്ന് യേശു പുറത്തു വന്നു. Oh, Jesus came out of the grave. ആ യേശുവിനെ ആരാധിക്കാനായ, let us worship the Lord Jesus. യേശുവിനെ ആരാധിക്കാനായ, on the first Sunday, the first day of the week, let us worship the Lord. യേശു പറയുന്നു വെളിപ്പാട് പുസ്തകം 1:18. Oh, Jesus says in Revelation chapter 1, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. I was dead but now I live forever. നമുക്ക് വാക്യത്തിലേക്ക് വേഗം കടന്നു വരാം. Let us focus on the word now. ആമേൻ. യേശു പറയുകയാണ്, I am the light of the world. യേശു പറയുന്നു, ഞാനാകുന്നു ലോകത്തിന്റെ വെളിച്ചം. അപ്പോൾ യേശു നമ്മളെ നോക്കി എന്താണ് പറയുന്നത്? God Jesus, he looks at us and what is he telling to us? Matthew chapter 5 verse 14. Matthew chapter 5 verse 14. You are the light of the world. Amen. Hallelujah. You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. You are the light of the world. Hallelujah. Amen. യേശു പറയുകയാണ്, Jesus says this. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Jesus says, I am the light of the world. എന്നാൽ എന്നെ അനുഗമിക്കുന്നവൻ, but if the one who follows me, എന്നെ വിശ്വസിക്കുന്നവൻ, the one who believes in me, ആമേൻ ആമേൻ ആമേൻ, എന്റെ മക്കളായിരിക്കുന്നവൻ, or the one who are called my children, ലോകത്തിന്റെ വെളിച്ചമാകും. they are also the light of the world. ഹലോ, Amen. ശ്രദ്ധിക്കുന്നുണ്ടോ? Are you concentrating? അപ്പോൾ
യേശു പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. Oh, Jesus says that I am the light of the world. എന്നാൽ യേശുവിനെ അംഗീകരിക്കുന്നവരും യേശുവിനെ അനുസരിച്ചവരും, And the one who has accepted Jesus Christ and the one who follows Jesus യേശുവിന്റെ Christ. കൂടെ ജീവിക്കുന്നവരുമായി ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, And Jesus looks at his disciples, the one who lives with him, and he tells them, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. you are the light of the world. ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. Praise you, എനിക്ക് Jesus. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ നൽകുന്ന സന്ദേശം, Today, what the message that I'm going to deliver to you. ആമേൻ, നാം യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. We understood that Jesus is the light of the world. ആമേൻ. PSC ടെസ്റ്റ് എഴുതിയിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും, 2 ചോദ്യങ്ങൾ അതിൽ പ്രധാനമായിട്ടുണ്ട്. Everybody who has cleared the BSc examination, they know 2 questions very nicely. അതിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏഷ്യയുടെ വെളിച്ചം ആരാണെന്ന്. One thing that they know that who is the light of Asia. ആമേൻ. അതിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീബുദ്ധൻ എന്നാണ് അവർ പറയുന്നത്. In that it is mentioned that Sri Muttan is the light of Asia. Yes, ഏഷ്യ. എന്നാൽ അടുത്തൊരു ചോദ്യമുണ്ട്, ലോകത്തിന്റെ വെളിച്ചം ആരെന്ന് ചോദിച്ചിരിക്കുകയാണ്. And the next question is, who is the light of the world? അതിന്റെ ആൻസർ നമ്മളെല്ലാം ചേർന്ന് പറയും. And the answer we are all going to tell it together. കർത്താവായ യേശു ക്രിസ്തു. That is our Lord Jesus Christ. Hallelujah. പറയുന്ന പറച്ചൽ കണ്ട്. Oh, if എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ശബ്ദം ഉയർത്തി പറഞ്ഞു യേശു കർത്താവ് എന്ന് പറഞ്ഞു. everybody lift your hands and say Jesus Christ. കർത്താവ് സഭയുടെ നടുവിൽ ഉലാടിക്കൊണ്ടിരിക്കുക. Today Jesus is in our midst. യേശു എന്ന് പറയാൻ പോലും പലർക്കും മടിയാ. There are so many people who are so much weary to tell about Jesus. ലോകത്തിന്റെ വെളിച്ചം ആരാണ്? Who is the light of the world? കർത്താവായ യേശു ക്രിസ്തു. It is Jesus Christ. പല പട്ടണങ്ങളിലും പലരും വെളിച്ചമായിരിക്കാം. There are so many people in the different villages who are so called lights. പക്ഷേ ലോകം മുഴുവനും വെളിച്ചം എന്റെ യേശുവാണ്. But the light of the whole world is our Lord Jesus Christ. ഈ ലോകത്തെ സ്നേഹിപ്പാനാണ് യേശു ഈ ഭൂമിയിലേക്ക് Oh, വന്നത്. Jesus came to this world to love the world. ഈ ലോകത്തിലുള്ള ജനത്തിന്റെ പാപങ്ങൾ മോചിക്കാനാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. Jesus came to this world to deliver people from their sins. ഈ ലോകത്തിലുള്ള ജനതയെ വീണ്ടെടുക്കാൻ വേണ്ടിയാ യേശു ഈ ഭൂമിയിൽ വന്നത്. Jesus came to this world to deliver the people of this world. ഹല്ലേലൂയ. Hallelujah. അതിന്റെ നടുവിൽ നമ്മളെയും എന്റെ യേശു രക്ഷിച്ചു. In the midst of them, we are also saved by our Lord Jesus Christ. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചെന്നും അടക്കപ്പെട്ടതെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. യേശു മാത്രം കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു. When we believe that Jesus Christ died for us and he was buried for 3 days on the grave and he rose up for us, when we confess this from our mouth, യേശു നമ്മുടെ ഉള്ളിൽ വന്നു. Jesus came in our hearts. യേശു നമ്മുടെ ഉള്ളിൽ വന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തുക. Everybody who has Jesus inside of them, യേശു can you എന്റെ say ഉള്ളിലുണ്ട്. hallelujah? കരം കൊടുത്ത് പറഞ്ഞു യേശു എന്റെ ഉള്ളിലുണ്ടെന്ന് Please പറഞ്ഞു. give shake hand to your shake hand to your neighbors and say Jesus is in me. യേശു എന്റെ ഉള്ളിലുണ്ട്. Jesus is in me. യേശു എന്റെ ഉള്ളിലുണ്ട്. Jesus is inside of me. പറഞ്ഞു, പറയാൻ ഒന്നും മടിക്കണ്ട, യേശു എന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. Oh, without any shame, കരം ഉയർത്തി പറഞ്ഞു, യേശു Jesus എന്റെ is ഉള്ളിലുണ്ട്. inside of me. യേശു എന്റെ ഉള്ളിലുണ്ട് Jesus is inside of me. എന്ന് പറഞ്ഞ വെളിച്ചം നിന്റെ അകത്ത് വന്നെന്ന്. That means that the light is inside me. വെളിച്ചം നിന്റെ അകത്ത് വന്നെന്ന്. That means the light came inside of you. ലോകത്തിന്റെ വെളിച്ചം നിന്റെ അകത്ത് വന്നപ്പോൾ That means that the light of the world came inside of you. ഇരുള് മാറി, That means the darkness went away. വെളിച്ചം വന്നു. Oh, the light came. ശ്രദ്ധിക്കുക, ഒരു വീട് വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. Let's assume that if there is a house which has been shut for a long time. കുറച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ വീട് ഓപ്പൺ ചെയ്യുമ്പോൾ, After a long time, when you open the doors of the house, ആ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ when you open the windows of the house, പെട്ടെന്ന് സൂര്യപ്രകാശം അകത്തേക്ക് അടിക്കും. suddenly you can see that the sun rays are coming inside the house. കുറെ നാൾ കൊണ്ട് അത് പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട്, For a long time, because the house was shut, ആമേൻ, അത് തുറക്കുമ്പോൾ when you open the doors, വെളിച്ചം അകത്തേക്ക് വരും. or the light comes inside the house. അകത്തേക്ക് വരുമ്പോൾ അകത്ത് കുറെ നാളുകളായി കുറെ ഇഴജാതികൾ എഴയുന്നുണ്ടായിരുന്നു. Oh, for a long time, because the house was shut for a long time, there were some creeping things which some strange insects which were there inside of it. It runs away. പാമ്പ്, It could be snake, പഴുതാര, it could be എലി, or it could be rat.
എന്ന് വേണ്ട സകല ഇഴജാതികളും കാണും. And every kind of insect you will find in that house. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. പക്ഷേ വെളിച്ചം അകത്തേക്ക് ജനാല വഴി കയറുമ്പോൾ, But when the light comes inside of that house, വെളിച്ചം വീശുമ്പോൾ ഇത് നിൽക്കത്തില്ല. or when the light comes inside, these insects do not stay inside the house. ചിലതൊക്കെ ചാടി പുറത്തു പോകുന്ന കാണാൻ Some കഴിയും. of the insects they jump and go out of the house. കാരണം അത് ഇരുട്ടത്ത് വസിക്കുന്ന സാധനങ്ങളാണ്. Because these insects are those which lives in darkness. വെളിച്ചം അകത്ത് കയറി കഴിഞ്ഞപ്പോൾ When the light came inside, ഇരുള് തന്നെ മാറി. automatically the darkness went ഇരുട്ടിന്റെ away. പ്രവൃത്തികൾ തന്നെ മാറി. The work of darkness went away. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. Today morning I'm going to tell you something. നിങ്ങളുടെ അകത്ത് വെളിച്ചം എന്ന് വന്നോ, When the light came in our house, ഇരുളിന്റെ പ്രവൃത്തികൾ മാറി. the work of darkness went away from your life. ഹല്ലേലൂയ. Hallelujah. ഇരുളിന്റെ പ്രവൃത്തികൾ മാറി. Oh, the work of darkness went away from your നമ്മൾ life. വെളിച്ചത്തിന്റെ മക്കളായി മാറി. Became the children of light. ആമേൻ. നാം വെളിച്ചമുള്ള മക്കളാണ്. Oh, we are the children of നമ്മൾ light. യേശുവിന്റെ മക്കളാണ്. We are the children of Jesus. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. Let's raise our hands and say Hallelujah. Hallelujah. അപ്പൊ എന്റെ ഉള്ളിൽ വെളിച്ചം വന്നു എന്ന് പറയുന്നവർ കൈ ഉയർത്തി. How many of you believe that the light has come inside of me? വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ട്. Oh yes, the light is വെളിച്ചമുണ്ട്. inside of me. അപ്പോൾ യേശു പറയുകയാണ്, Jesus says, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. you are the light of the world. പറഞ്ഞ ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞു. Everybody tell, I am the light of the world. പറഞ്ഞു, കൈ വെച്ച് പറഞ്ഞു. Everybody tell that I am the light of the world. കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞു. All the kids, put your hands in your chest and say, I am the ഞാൻ light of the ലോകത്തിന്റെ world. വെളിച്ചം. I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. I am the light of the world. അപ്പോൾ ഇനിയും യേശു നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്, And what is Jesus desiring from our lives? നമ്മളിൽ പകർന്ന വെളിച്ചം Oh, the light that was imparted inside of us, മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. we should be imparting that light to ഈ others. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആമേൻ, ലോകം മുഴുവനും ഈ വെളിച്ചം കൊടുക്കണം. The goal of this church is to make sure that the whole world knows about the light. ആമേൻ. ഈ അവസാനത്തെ സന്ദേശം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്നത്, ഈ സഭയെക്കുറിച്ച് വലിയ ദൈവിക പദ്ധതിയുണ്ട്. The Holy Spirit speaks about this church, that there is something great, a mission for this church. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രാത്രിയാമത്തിൽ ദേശത്തിനോട് പ്രാർത്ഥിക്കാൻ ചിലരെ ദൈവം സെലക്ട് ചെയ്തു. In the previous nights, God chose certain men to pray for this എന്നാൽ place. ഇനിയും സെലക്ട് ചെയ്യാൻ പോകുന്നത് കർത്താവിന്റെ ദാസനോടൊപ്പം സഹശുശ്രൂഷകന്മാരായി നിൽക്കാനാണ്. Now God is going to select a set of people who are going to stand with our pastor. ലോകത്തിന്റെ വെളിച്ചമാണ് നമ്മൾ. Because we are the light of the world. അപ്പോൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന നമ്മൾ, So when we are the light of the world, ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരണമെങ്കിൽ, if we have to impart this light to others, ആമേൻ, ഒന്നും കൊണ്ട് മൂടരുത്. you should not hide the light with anything. ഞാൻ 4 കാര്യം പറയാൻ പോവുകയാണ്. I'm going to tell you 4 things. ഇതിൽ ശ്രദ്ധിച്ച് കേൾക്കണം. Everybody focus. ഒന്നാമത്, The first thing, ഈ വെളിച്ചത്തെ you are not supposed to shut this light പാത്രം കൊണ്ട് മൂടരുത്. with any kind of vessel. ആമേൻ. ആമേൻ. Luke chapter, Let's open our Bibles to Luke chapter 8 verse 16. പാത്രം കൊണ്ട് മൂടുകയോ, ഓക്കെ മതി. അപ്പോൾ പാത്രം കൊണ്ട് മൂടരുത്. You're not supposed to cover this light with any vessel. പാത്രം എന്ന് പറയുന്നത് What is this vessel? ഉപജീവന ചിന്തയെ കാണിക്കുന്നു. Oh, we see that this vessel is used to have our daily bread. നമ്മൾ പാത്രം എടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയാണ്. We take vessels to eat food. എപ്പോഴും ഉപജീവന ചിന്തകളാ. We actually for daily life, day-to-day activities, we take plates. ഓ ഹല്ലേലൂയ. എന്ത് തിന്നും, What should we eat? എന്തൊടുക്കും, What should we wear? എങ്ങനെ ജീവിക്കും, How should we live? ചിന്താഭാരം വന്ന് We are burdened with these thoughts. മറ്റുള്ളവരിലേക്ക് പകരേണ്ട വെളിച്ചം We are the people who are supposed to impart this light onto others. പാത്രം കൊണ്ട് മൂടുകയാണ്. But what are we doing with these plates, with these vessels? We are covering that light. ഇത്ര കടഭാരമുണ്ട് എനിക്ക്, How much am I debted to others? ഇത്ര മണിക്കൂർ ജോലി ചെയ്താലേ If I work for so long, എനിക്ക് ലോൺ അടയ്ക്കാൻ കഴിയത്തുള്ളൂ, I will be able to repay my loans. എനിക്കിവിടെ വീട് വാങ്ങാൻ പറ്റത്തുള്ളൂ, I will be able to buy a house here. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ, I will be able to give education to my എനിക്ക് children. വാഹനം വാങ്ങാൻ കഴിയത്തുള്ളൂ. I will be able to buy a vehicle here. ഉപജീവന ചിന്ത കൊണ്ട് We are covered with these kind of daily thoughts. ലോകത്തിന്റെ വെളിച്ചമാകേണ്ട നമ്മുടെ വെളിച്ചത്തെ പാത്രം കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. With these kinds of plates, we are trying to cover the light which is there in us. ഹല്ലേലൂയ. Oh Jesus. ഹല്ലേലൂയ. Hallelujah. ഇനി രണ്ടാമത്, Now the second thing, ആമേൻ, കട്ടിലിൻ കീഴെ വെക്കരുത്. you are not supposed to keep the light under a bed. Mark chapter 4:21. Mark 4:21.
Mark chapter 4, verse 21. ആ മതി, സ്തോത്രം. കട്ടിലിന്റെ കീഴ് എന്ത് ചെയ്യരുത്? You're not supposed to keep the light under a വയ്ക്കരുത്. You are not supposed to keep it under a bed. കട്ടിൽ എന്ന് പറയുന്നത് സുഖജീവിതമാണ് കാണുന്നത്. What does the bed signify? It shows luxury life. ആമേൻ, ഹല്ലേലൂയ. Amen. അപ്പോൾ സുഖജീവിതം അനുഭവിക്കാനായിട്ട് പലരും തയ്യാറാകുകയാണ്. So many people are getting ready to live a luxurious life. കർത്താവ് തന്ന വെളിച്ചത്തെ, But the light which is given by the Lord Jesus Christ, സുഖജീവിതം കൊണ്ട് മൂടിക്കളയല്ലേ. you're not supposed to close it or cover it by this luxurious ഒരിക്കൽ life. ദാവീദിന്റെ മേൽ വെളിച്ചം വീശിയതാ. Once upon a time, the light came on David. അന്ന് വന്ന ഇരുട്ടിന്റെ ശക്തികളായിരിക്കുന്ന സിംഹം കരടിയൊക്കെ കൊന്നു. In that situation, the dark things such as a lion or a bear which came against his life, he tore it. ഇസ്രായേൽ ജനത്തിനെതിരെ നിന്ന ഗോലിയാത്തിനെ കൊന്നു. The man Goliath who was standing against Israelites, David killed Goliath. കാലങ്ങൾ കഴിഞ്ഞു. After a long time, രാജാവായി കഴിഞ്ഞപ്പോൾ, when he became a king, സുഖജീവിതം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ, when he was living a luxurious life, ബർശേബയുമായിട്ടുള്ള വിഷയത്തിൽ അവൻ അകപ്പെട്ടു. when it came in the matters of Beersheba, he was trapped. അവസാനം അവന്റെ വെളിച്ചം ഇതാ ഇരുളാകാൻ തുടങ്ങി. And finally you see that his light was turning into darkness. അവസാനം ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട് ദൂത് പറഞ്ഞു. And God sent a prophet, and the prophet spoke to David. അങ്ങനെയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്ന്. And in that situation David says, "Oh Lord, do not take away your Holy Spirit from me." അവസാനം അവനൊരു നല്ലൊരു ഉറപ്പുണ്ട്. 18-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യം. And there is again we see there is a hope for David which he tells in chapter 18. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. You will light my lamp. എൻ്റെ ദൈവമായ യഹോവ അന്ധകാരത്തെ പ്രകാശമാക്കും. My Lord will turn my darkness into light. Oh ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ, hallelujah. സുഖജീവിതം വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ പ്രകാശം കുറയാൻ തുടങ്ങി. When the luxurious life entered your life, the light started diminishing. ദാവീദ് മടങ്ങി വന്നു. David came back to the അപ്പോൾ Lord. ഒരു ഉറപ്പ് കിട്ടി. And he got a confirmation. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. You will light up my lamp. നിന്റെ ദീപത്തെ കർത്താവ് കത്തിക്കാൻ പോകുകയാണ്. God is going to light up the lamp which is there in you. കത്തിക്കൊണ്ടിരുന്നതാ നിന്റെ ദീപം. Once upon a time the light was പക്ഷേ burning. ഇന്ന് പകൽ ദൈവം നിന്റെ ദീപത്തെ ഒന്നുകൂടെ കത്തിക്കാൻ But പോകുകയാണ്. today God is going to light it again. ചില സന്ദർഭങ്ങളിൽ നീ അണയ്ക്കാതെ തന്നെ ചിലർ അണയ്ക്കാൻ നോക്കി. Oh, many a situation so many people tried to close the lamp. നിന്റെ പ്രകാശത്തെ പലരും ഊതി അണയ്ക്കാൻ നോക്കിയവരുണ്ട്. So many people came in your life to destroy the lamp or the light which is there in you. ഹല്ലേലൂയ. പക്ഷേ ആ മെഴുകുതിരിയിൽ നാം കാറ്റ് വരുമ്പോൾ അണയ്ക്കാതെ വണ്ണം രണ്ട് കൈയും ചേർത്ത് പിടിക്കുന്നത് പോലെ, Like how we save a candle, a burning candle, how we save it from being going off. നീ അണഞ്ഞു പോകാതെ വണ്ണം കർത്താവിന്റെ കരം, In order so that you don't go off, the hand of the Lord is coming and covering you. നീ പട്ടുപോകേണ്ടതായിരുന്നു. You were supposed to be trapped. നീ കെട്ടുപോകേണ്ടതായിരുന്നു. You were supposed to be gone off. പക്ഷെ ഇന്നും നീ പ്രകാശിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? The reason you are lighting up even today, the reason for that is കർത്താവിന്റെ കരം നിന്നെ മറയ്ക്കുകയാണ്. the hand of the Lord is covering you. അണയ്ക്കാൻ പലരും നോക്കുന്നുണ്ട്. There are so many people who wants to put away your light. ഒരുപാട് കൊടുങ്കാറ്റ് നിനക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. There are so many storms which is hitting against your life. പക്ഷെ അണയ്ക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. But God is protecting you so that your light doesn't fade away. കർത്താവാണ് കത്തിച്ചത്. Oh, the Lord has lit your lamp. കർത്താവാണ് ഈ സഭയിൽ തീ കത്തിച്ചത്. Oh, the Lord has burned this lit the light lamp of this earth. അഭിഷക്തനെ കർത്താവാണ് കത്തിച്ചെങ്കിൽ, Oh, if the Lord has anointed his servant, ആര് വിചാരിച്ചാൽ അണയ്ക്കാൻ പറ്റത്തില്ല. nobody who thinks to put it off, it is not possible. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചിലരുടെയൊക്കെ കൃപാവരങ്ങളെ ഊതി അണയ്ക്കാൻ നോക്കിയവരുണ്ട്. Oh, there are the Holy Spirit says that the devil tried to fade away the light of many people. നീ ഇത്രയും പാടണ്ട, You don't sing so much. ഇത്രയും പെർഫോം ചെയ്യണ്ട, Don't perform so much. ഇത്രയൊന്നും നീ വലിയ ആളാകണ്ട. You don't have to become a big person like this. ആമേൻ, ആമേൻ. യോസേപ്പിന്റെ ദർശനം പറഞ്ഞ
പറഞ്ഞപ്പോഴാണ് സഹോദരന്മാർ എതിർത്തത്. Oh, when Joseph told about his dream, his brothers were against him. നീ ദൈവകൃപയിൽ വളരുന്നത് പലർക്കും ഇഷ്ടമല്ല. Oh, because when you are growing in the grace of God, many people do not like നീ that. ആത്മീയത്തിൽ നിൽക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. Oh, when you are living in that spirituality, the devil doesn't like it. എന്നാൽ ദാവീദ് പറഞ്ഞതുപോലെ പറ. But like David, how he കരം said, ഉയർത്തി എന്ന് പറയാമോ? can you lift up your hands and say like how നീ എന്റെ David said, ദീപത്തെ കത്തിക്കും. you will light up my lamp. നീ എന്റെ ദീപത്തെ കത്തിക്കും. You will light up my lamp. എന്റെ ദൈവമായ യഹോവ അന്ധകാരത്തെ പ്രകാശമാക്കും. Oh, my God will turn my darkness into light. നിന്നാൽ ഞാൻ പടക്കൊണ്ടെന്ന് പാഞ്ഞു ചെല്ലും. I will jump the wall. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. I will, by my Lord, I will jump the wall. ഓ ചിലരുടെ മേൽ കത്തിക്കാൻ പോകുക ദൈവം. Oh, God is going to light up many people today. ഓ പരിശുദ്ധാത്മാവിനോട് പറയുന്നത് The Holy Spirit is telling, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിയെ oh, the light which is fading off, ദൈവം അണച്ചു കളയത്തില്ല. oh, God is not going to put it off. ദൈവം കെടുത്തി കളയത്തില്ല. God will not allow to put it off. നീ കത്തി ജ്വലിക്കാൻ പോകുകയാ. You are supposed to light up and നിന്റെ burn. ദൈവം കത്തിക്കാൻ പോകുകയാണ്. God is going to light you up. നിന്റെ ദൈവം കത്തിക്കാൻ പോകുകയാണ്. God is going to light you up. നീ അനേകർക്ക് വെളിച്ചമാകേണ്ടതാ. You are going to be light to many people. കർത്താവിനെ സ്തുതിച്ചു പറഞ്ഞേ. Clap our hands and worship the Lord. കർത്താവിനെ ആരാധിച്ചു പറഞ്ഞേ. Worship the Lord and say, കർത്താവ് നിന്നെ കത്തിക്കാൻ പോകുകയാണ്. God is going to light me ഒരു up. സാധാരണ അഭിഷേകമല്ല. It is not going to be a normal ഇന്ന് anointing. പകൽ നിന്റെ മേൽ ഒരു തീ കത്താൻ പോകുകയാണ്. A fire is going to light you up. കരിന്തിരിയെ മുറിച്ചു മാറ്റാൻ പോകുകയാണ്. Oh, God is going to chop away something. നിന്നെ പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. God is going to light you up. നീ അനേകർക്ക് പ്രകാശമായി മാറാൻ You പോകുകയാണ്. are going to be a light to many people. ഇരുട്ടിന്റെ ശക്തി നിന്നെ വല്ലാതെ മൂടിക്കൊണ്ടിരിക്കുന്നു. Oh, the darkness is trying to hide you. ചില കാർമേഘത്തിന്റെ ശക്തി വല്ലാതെ നിന്നെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. Dark cloud is over you. നിന്റെ തലമുറ ഇരുട്ടിന്റെ ശക്തി വ്യാപരിക്കാതിരിപ്പാൻ Oh, in order for your generation, for them not to light up. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Name of Jesus. ലേഖരബ സന്തലരബലബബബബ ചുടരബബ ശബ്ദലരബല ഹത്തലരബലബ ഇതുപോലെ ദൈവമക്കൾ ആത്മാവിനെ ആരാധിക്കുക. Every ചുടരമനഗരക ശബ്ദലരബലബബ Yes, 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 yes. ചിലമേൽ ദൈവ സാന്നിധ്യം പറയുന്നു. I see God's presence is coming over many അവൻ ചതഞ്ഞ people. ഓട ഒടിച്ചു കളയത്തില്ല. He will not break you. പുകയുന്ന തിരി കെടുത്തി കളയത്തില്ല. He will not let you go. അസാമാന്യമായ അഭിഷേകം It's going to be enough. നിന്റെ ദൈവം വീട് കത്തിക്കുന്നു. God is going to put that anointing on you. ആമേൻ. സിസ്റ്റർ മെർലിൻ Sister Melvin, പരിശുദ്ധാത്മ പറയുന്നു, the Holy Spirit speaks to you. ലോകം മുഴുവനും കത്തേണ്ടവളാ. You are supposed to be a ഈ light. ലോകം മുഴുവനും പ്രകാശം കൊടുക്കേണ്ടവളാ. You are supposed to light the whole നിന്നെ world. ഒതുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. No, നിന്റെ വീട് പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. going to light you again. Name of Jesus. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുക. In the name of Jesus, let the fear leave you. Praise the Lord. Amen. വിളക്ക് മൂന്ന് വിധത്തിലുണ്ട്. There are three types of lamps. ഒന്ന് വിളക്ക്, One is a simple lamp. രണ്ട് കത്തുന്ന വിളക്ക്, Second is lit up lamp. മൂന്ന് കത്തി ജ്വലിക്കുന്ന വിളക്ക്. The one which is glowing. ഒന്നാമത് വിളക്ക്, The first lamp is, അതില് ആമേൻ ആ പാത്രം ഉണ്ടാകും, it will have just that vessel. തിരി ഉണ്ടാകും, It will have the thing to light it. എണ്ണ ഉണ്ടാകും, It will have the oil in it, പക്ഷേ കത്തത്തില്ല. but it is not burning. അതിനും വിളക്ക് തന്നെയാ പറയുന്നത്. Even we call that as a lamp. അതിന് വിളക്ക് തന്നെയാ പറയുന്നത്. We call even that vessel as a lamp. അവൻ ഒരു കാലത്ത് കത്തിക്കൊണ്ടിരുന്നതാ. It was litting in some time ago. ഈ രാജ്യത്ത് പലരും കത്തിക്കൊണ്ടിരുന്നതാ. There were so many people who were lit up in this country. വെയിൽസിന്റെ ഉണർവിന് വേണ്ടി ആമേൻ ഇവാൻ റോബർട്ട്സിനെ ദൈവം ഒരു കത്തായി അവൻ തീയായി ഉപയോഗിച്ചതാ. Ivan Robert was used like a lamp in the land of Wales. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. For the revival in India, there were so many people who were sent from this land to India. അവരെല്ലാം പ്രകാശിക്കാനിടയായി. They all were the light to our country. എന്നാൽ യുകെയിലുള്ള പിൻതലമുറകൾ But what happened to the generation after them? അണച്ചു കളഞ്ഞു.
They were all, they lost their light. പള്ളികളെല്ലാം പൂട്ടിയിരിക്കുക. We see in UK so many churches are getting closed. ചില പള്ളികളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിലും ആ 4-5 പേരേ ഉള്ളൂ. Even if you see a few churches which are open here and there, you can find a few people, 1 or 2 people coming there. അവരെയും വിളക്കെന്നാ പറയുന്നേ. We can call them also light. രണ്ടാമത് കത്തുന്ന വിളക്ക്. Second, a glowing light. ആമേൻ, കത്തിക്കൊണ്ടിരിക്കുകയാണ്. It is glowing. സാധാരണ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. Normally it is glowing. ആമേൻ, നോർമൽ ഒരു വിശ്വാസി, Normal believer, നോർമൽ ഒരു പാസ്റ്റർ, normal pastor, ആമേൻ, ദൈവവേലയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. they are giving what they have got. ആരാധനയ്ക്ക് വരുന്നുണ്ട്. They come to the worship. കത്തുന്നുണ്ട്. They are glowing. കത്തുന്നുണ്ട്. They are glowing. അതും ഒരു വിളക്കാണ്. They are also called light. മൂന്നാമത് കത്തി ജ്വലിക്കുന്ന വിളക്ക്. But the third lamp is a lamp which is glowing like anything. ആ വിളക്കിനെ ആളുകൾ കാണുമ്പോൾ, or when they see this kind of light, പെട്ടെന്ന് ശ്രദ്ധിക്കും. oh, they will try to focus on that. ഇതിനെന്താ ആമേൻ നല്ല വെളിച്ചം വരുന്നത്. oh, when they see this light, it is brighter than anything else. ഇതെന്താ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. why is this glowing so much? കത്തി ജ്വലിക്കുന്ന വിളക്കിന്റെ മുമ്പിൽ when they see this kind of light, ഏത് പ്രാണികൾ വന്നാലും, oh, there no animal can come near this. അതിനെ കത്തിച്ചു കളയും. oh, when any kind of animal comes near this light, burns away the evil thing. നിന്റെ കുടുംബത്തിനകത്ത് വാണുകൊണ്ടിരിക്കുന്ന, oh, there are some evil forces which are rising against your family. പ്രാണികളെ or some kind of evil animal. God is going to destroy it. പകൽ വിളക്കാകണോ, you are supposed to become the light. കത്തുന്ന വിളക്കാകണോ, you are supposed to be the glowing കത്തി light. ജ്വലിക്കുന്ന വിളക്കാകണോ, you are supposed to glow like anything. Jesus Christ, in the name of Jesus. Amen. Hallelujah. ദേവദാസന്റെ പരിശുദ്ധ പറയുന്നത് ചില ഇരുളുകൾ മാറാൻ പോകുകയാണ്. oh, the word of the Lord says that there are some darkness which are going to go away. ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ വീട്ടിൽ നിന്ന് മാറാൻ പോകുകയാണ്. there are some darkness which are hovering around your house which is going to leave your house. praise you, Jesus. ശ്രദ്ധിക്കൂ. let's focus. അടുത്തത് മൂന്നാമത്തെ, the third thing is, ആമേൻ, എന്തൊക്കെ കൊണ്ട് മൂടരുതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. what and all did we learn that we are not supposed to cover our light with? ഒന്ന്, പാത്രം കൊണ്ട് മൂടരുത്. one, you're not supposed to cover the light with a vessel. കട്ടിലിന്റെ കീഴെ വെക്കരുത്. and then you're not supposed to keep the light under a bed. മൂന്ന്, third, ഈ വിളക്ക് നിലവറയിൽ വെക്കരുത്. you're not supposed to keep this light inside a cellular a closed chest. Luke chapter 11, Luke chapter 11 verse 33. നിലവറയിൽ എന്ത് ചെയ്യത്തില്ല, വക്കത്തില്ല. nobody keeps this light under a basket. നിലവറ എന്ന് പറയുന്നത് രഹസ്യങ്ങൾ അഥവാ വിലപിടിപ്പുള്ളത് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. The translation goes like this, that this is kind of a chest where treasures are kept. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്ന പ്രകാശം ഒളിച്ചു വെക്കാനുള്ളതല്ല. oh, my dear children, we are not supposed to hide the light from this world. പ്രകാശിക്കേണ്ടതാണ്. you're supposed to light up the world. ഹല്ലേലൂയ, amen. ഹല്ലേലൂയ, hallelujah. സ്തോത്രം, 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 സ്തോത്രം. Jesus. ആമേൻ. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞാൽ, ആമേൻ, ഈ ശിഷ്യൻ നമ്മുടെ ഏലി പുരോഹിതന്റെ കാലത്ത്, if we focus and if we look to the time of Eli, prophet Eli, ഉണ്ടായിരുന്നു. there was Samuel who was a kid. Joshua, please come. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I like Joshua. അപ്പോൾ ഈ ശമൂവേൽ ബാലൻ വിളക്ക് കെടുന്നതിന് മുമ്പ് പെട്ടകത്തിനു മുമ്പാകെ കിടന്നു. The duty of we can see that Samuel used to sleep before the lamp goes off in the temple. വിഷയം ഇതാണ്. So my subject is, ആലയത്തിന്റെ അകത്ത് when you are in the temple, വിളക്ക് കെടുന്നതിന് മുമ്പേ കിടന്നു. You are supposed to take rest or lie down before the light goes off. ഞാൻ ആലയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ, when I studied about the temple, പഴയ നിയമത്തിൽ in the Old Testament, വിളക്ക് കെടാൻ പാടില്ല. the light in the temple should not go off. വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. Every time the light should be burning. Praise the Lord. Amen. അപ്പോൾ വിളക്ക് അവിടെ എന്ത് ചെയ്തു? So what happened to the light? കെടുന്നതിന് മുമ്പേ, കെടുത്തിക്കളയുന്നതിന് മുമ്പേ, before the light goes off, അണയുന്നതിന് മുമ്പ്, before the light goes off in the temple, അപ്പോൾ
രാവിലെ ആകുമ്പോൾ അടുത്ത രാത്രിയാകുമ്പോൾ വീണ്ടും കത്തിക്കും. And the next day, he used to light up the lamp again. 10 മണിയാകുമ്പോൾ ഓഫാക്കും. And he used to close it before 10 o'clock. ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ അത് കത്തിക്കും. Or they are supposed to wake up early in the morning and then light the lamp. ആലയത്തിൽ നിന്ന് ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ Even after everybody goes out of the temple, അത് അണച്ചു കളയും. they are supposed to off the light. ഓക്കെ, താങ്ക് യു മോനെ. Amen. Hallelujah. നിങ്ങൾ ഈ വീടുകളിലൊക്കെ നിങ്ങൾ താമസിക്കുന്നവരാണ്. We all live in our house. ആമേൻ. ഈ കറണ്ട് ബില്ല് കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? How many of you pay your current bills? വേറെ Power bills. ഇല്ലെന്ന് തോന്നുന്നു. കറണ്ട് ബില്ല് കൊടുക്കത്തില്ല. സ്തോത്രം. ഫ്രീ ആയിട്ടാണെന്ന് തോന്നുന്നു. ആമേൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, you tell your kids, മക്കൾ അവിടെ ലൈറ്റ് ഇടരുത് എപ്പോഴും. you want them that to please unnecessarily don't switch on the light. ആവശ്യം കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുക. Whenever you use the light, whenever the usage is over, you just switch it off. ചില സന്ദർഭങ്ങളിൽ അവർ വീണ്ടും ആളില്ലെങ്കിലും അവിടെ ലൈറ്റ് കിടക്കും. When at times you see that when nobody is there in the room, still the light is ഇവിടെ എങ്ങനെയെന്ന് അറിയത്തില്ല. നാട്ടിൽ ഒത്തിരി കറണ്ട് യൂസ് ചെയ്താൽ ഒത്തിരി ബില്ല് വരും. In India, if you use more electricity, the more bill comes up. അപ്പോൾ അതുപോലെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ലൈറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? അണയ്ക്കാറുണ്ട്. So in order to save that, everybody puts off the light. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ആമേൻ, എല്ലാ 24 അവേഴ്സും ലൈറ്റ് ആലയത്തിൽ ഉണ്ടായിരിക്കണം. But I believe that the temple should have that light glowing 24 hours. കത്തിക്കൊണ്ടേയിരിക്കണം. The light should keep on glowing. അപ്പോൾ അണച്ചെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. Oh, that means if it was put off, that means that there is something special about it. അവിടെ ആരൊക്കെയോ ഉണ്ട്. There is somebody there. എന്തിനാണ് അണച്ചെന്നറിയാമോ? Why was the light put off? രാത്രി ആരും വരുന്നില്ലോ. Nobody was coming to the temple. എന്തിനാ ഈ ചെലവ്? Why should we light the lamp? ചിലപ്പോൾ കമ്മിറ്റിയൊക്കെ ഉണ്ടായിരിക്കും. We can assume that the temple had some committee members. അവരെല്ലാം കൂടെ തീരുമാനിച്ചു രാത്രി ലൈറ്റ് എന്ത് ചെയ്യണം? ഓഫ് ആയി കളയണം. They would have decided that we shall switch off the light when it is night. എണ്ണ ചെലവാണ്. Because it is costing the oil. ചെലവാണ്. We are spending unnecessary money. ഹല്ലേലൂയ. Oh Jesus, hallelujah. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, In the name of Jesus, I want to tell you something. കർത്താവിന്റെ ആലയത്തിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. In the temple of God, the light should keep burning. എന്ന് പറഞ്ഞാൽ എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ആത്മീയ പ്രോഗ്രാം മാറ്റിവെക്കരുത്. And no matter what comes in our church, the spiritual meeting should not fade away. എത്ര ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആമേൻ, ആത്മീയ യോഗങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. No matter how much financial problems we are facing, the spiritual meetings should not be put off. ആലയത്തിലുള്ള മീറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കണം. Whatever meetings goes on in a church, it should keep going on. ആ വിളക്ക് അണയ്ക്കാൻ നിങ്ങൾ പോകരുത്. Do not put that kind of meetings away. എല്ലാം വിശ്വാസത്താലാണ് നമ്മൾ ചെയ്യുന്നത്. We should do everything by faith. കർത്താവ് ബാക്കിയുള്ള വഴികളെല്ലാം തുറന്നു തരും. God will open the rest of the doors for us. ദൈവ വേലയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും മടി കാണിക്കരുത്. In order to give for the Lord, you should never backslide. ചേർന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let us all raise up our hands and say hallelujah. അടുത്ത ഭാഗത്തേക്ക് വരാം. Let's go to the next subject. അതുപോലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. After that, we are going to pray together. ആമേൻ. നാലാമത്, The fourth thing, ഈ വിളക്ക് പറയിൻ കീഴിൽ വെക്കരുത്. you are not supposed to keep the light under the hill. ആമേൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. Matthew chapter 5 verse 14. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. പറയിൻ കീഴല്ല, തണ്ടിൽ മേൽ എത്ര വയ്ക്കേണ്ടത്. മാത്യു ചാപ്റ്റർ 5 verse 16. Nor do they light up a lamp and put it under a basket, but a lampstand, and it gives light to all who are in the house. പറയുന്നു പറയുന്നത് പഴയ കാലത്തുള്ള നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. പറയുന്നു പറയുന്നത് അളക്കുന്ന സാധനമാണ്. അമ്മച്ചിക്ക് അറിയാമോ? And this is a kind of basket which is used to measure things. നമ്മുടെ സിജിന്റെ മമ്മിക്ക് അറിയാമോ? പറയുന്നു പറയുന്ന അളക്കാൻ ഉപയോഗിക്കുന്ന this basket is something which is used to measure things. ഈ പ്രകാശത്തെ നീ അളക്കരുത്. You cannot measure the light. നിനക്ക് ആമേൻ നരിയോണിയോളമാണ് മതിയെങ്കിൽ അത്രയേ ഉള്ളൂ. If you need it until your heels, that is what it is going to give you. മുട്ടോളമാണെങ്കിൽ അത്രയും മതി. If you want it till your knees, it will come up to that. അരയോളമാണെങ്കിൽ അത്രയ്ക്കും മതി. And if you think that it is enough until your waist, that will be given to you. നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത, but you have to have an experience where you swim
വലിയൊരു നദി എന്നിൽ പുറപ്പെടണമെങ്കിൽ And if that kind of river has to flow in your life, ഹല്ലേലൂയ, നീ ഒന്ന് Hallelujah. എഴുന്നേറ്റേ you മതിയാകത്തുള്ളൂ. have to stand up for the Lord. ഹല്ലേലൂയ. Hallelujah. ആത്മാവിന്റെ ശക്തിയോടെ ഇന്ന് പകൽ By the power of the Holy Spirit, അവൻ ലോകത്തിന്റെ വെളിച്ചമാകാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. oh, God has called you to become the light of the world. അതുകൊണ്ട് സകലത്തെയും ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് പകൽ മാറാൻ പോകുകയാണ്. Oh, for that reason, all the powers of darkness are going to be removed from our life. വീട്ടിൽ ഏതെങ്കിലും ഇരുട്ടിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ If there is any kind of dark forces acting in your house, കർത്താവ് ഇന്ന് പകൽ മാറ്റാൻ പോകുകയാണ്. Lord Jesus is going to take away from ഞാൻ it. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. I want to pray for you. പ്രിയ കൊയർ ടീമിലെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരാം. I request the choir team to come forward. ഓ റാബാബ ശബ്ദാലറ എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Let's all rise up in the presence of the Lord. ആദ്യം ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം After I pray, ആമേൻ ചിലർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. I want to pray for some people here. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. Everybody close your eyes. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നു. Oh, I can experience the power of the Holy Spirit in this place. ആമേൻ. കർത്താവ് പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Jesus says I am the light of the world. യേശു നമ്മളോട് പറഞ്ഞു അവൻ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുകയാണ്. Jesus told us that you are the light of the world. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ In the name of ശ്രദ്ധിക്കുക. Jesus. ശ്രദ്ധിക്കുക. Let's all അവൻ എല്ലാവരും focus. ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് Let's all rise up our hands. കർത്താവിന്റെ അവൻ ലോകത്തിന്റെ വെളിച്ചമാകാൻ ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ If Jesus has called us to be the light of the world, കർത്താവേ എന്നെ ലോകത്തിന്റെ വെളിച്ചമാകാനാണ് വിളിച്ചത്. oh God, you have called me to be the light of the world. അതിനുവേണ്ടി എന്നെ ഉപയോഗിക്കണമേ. Oh, please use me, Lord Jesus. അതിനുവേണ്ടി എന്നെ Oh, ഉപയോഗിക്കണമേ. for that, please use me, Lord Jesus എന്നെ Christ. ഉപയോഗിക്കണമേ. Please use me, Jesus. അനേകർക്ക് വെളിച്ചം വീശുവാൻ, Let me be a light to many people. അനേകർക്ക് വെളിച്ചം Oh, വീശുവാൻ, in order to impart light on many ഇരുളിൽ people. കിടക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കാൻ, Oh, whatever is in the darkness, in order to അന്ധകാരത്തിൽ gain കിടക്കുന്ന that. ചിലതിനെ പിടിച്ചെടുക്കാൻ Oh, in order to overcome anything. പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. Let the Holy Spirit help me. എന്റെ വിളക്കിനെ ഒന്ന് കത്തിക്കണമേ. Oh, light up my lamp, my Father. കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായി മാറട്ടെ. I want to glow and be bright. നീ എന്റെ ദീപത്തെ കത്തിക്കും. Oh, Jesus, you are going to light up my lamp. എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. You are going to turn my darkness into light. ഞാൻ പടക്കൂടുന്നതിന് പാഞ്ഞു ചെല്ലും. Oh, in order with you, I'm going to rise എന്റെ up against the ദൈവത്താൽ ഞാൻ army. അതിൽ ചാടിക്കടക്കും. By my Lord, I'm going to യേശുവേ, യേശുവേ, Jesus. യേശുവേ. Jesus. അനേകർക്ക് വെളിച്ചം പകരാൻ, I want to be a light to many അനേകർക്ക് വെളിച്ചം people. പകരാൻ, In order to impart light to many അനേകർക്ക് people. വെളിച്ചം In പകരാൻ order to impart light to many എന്നെ people. ഉപയോഗിക്കണമേ. Please use me, God. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, And the Holy Spirit tells me. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, The Holy Spirit is telling me. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, The Holy Spirit is telling me. നീ വെളിച്ചമായി നിന്റെ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ If you are like a light in your workplace, ഇരുട്ടിന്റെ ശക്തിയുള്ളവർ the people who have dark forces in them, അവർ ഭയപ്പെടാൻ പോകുകയാണ്. they are going to be afraid of you. യേശുവിന്റെ In നാമത്തിൽ the name of Jesus. ഇരുട്ട് വ്യാപരിക്കുന്ന All the dark things, ദുഷ്ടശക്തികൾ all the dark enemies, ആമേൻ നിന്നെ കണ്ട് ഭയപ്പെടാൻ they are പോകുകയാണ്. going to look at you and they are going to be afraid of നിന്നെ you. കാണുമ്പോൾ തന്നെ അവർ ഭയപ്പെടും. When they look at you, the dark forces are going to be നിന്റെ afraid of മുഖത്തിന്റെ you. പ്രകാശം കാണുമ്പോൾ തന്നെ ഭയപ്പെടും. When they look at the radiance of your face, they are going to be afraid of you. മോസസിന്റെ മുഖത്തിന്റെ ത്വക്ക് കണ്ട് ഭയപ്പെട്ടപ്പോൾ Or when people looked at the face of Moses when he was ആമേൻ, ആമേൻ, bright, ആളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്നവരാ ഭയപ്പെട്ടത്. or those people got afraid who had built an altar and they were praying to that idol. ഇത്ര നാൾ വരെ നീ പലതിനെയും കണ്ട് ഭയപ്പെട്ടെങ്കിൽ If you, so long you were afraid of many things in your life. ഇനി നിന്നെ കണ്ട് മറ്റുള്ളവർ ഭയപ്പെടാൻ From പോവുകയാണ്. now onwards, people are going to look at you and are going to be afraid of you. വിശ്വസിക്കുന്നുണ്ടോ? Are you going to believe it? ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് If you believe it, do you raise up your hands? യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ, Hallelujah. In the name of ഈ Jesus, ജനത്തിനു വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. we are praying for these people in the ഇവരിൽ name of വലിയ Jesus. മാറ്റങ്ങൾ Let സംഭവിക്കട്ടെ. there be changes in their lives. ഇതൊരു മിഷണറി ചർച്ചയാണല്ലോ. Let this church become a church of missionaries. കർത്താവേ, ഈ ചർച്ചിനെ വളർത്തണമേ. Oh God, you grow this church. ഇതിലൂടെ അനേക ഇരുട്ടിൽ കിടക്കുന്ന വ്യക്തികളെ Through this church, many people who are in darkness, യേശുവാകുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാം. let the church bring them to ഇവരെ light. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. Bring it in the name of Jesus. ഇവരെവിടെ ചെല്ലുന്നോ Wherever our people go, അവിടെ ചില മാറ്റങ്ങൾ there സംഭവിക്കട്ടെ. should be a change. ചില ജനം വിടുവിക്കപ്പെടട്ടെ. Some people should be delivered. സഭ നിറഞ്ഞു കവിയട്ടെ. Oh, let this church be filled ചില with കുടുംബങ്ങൾ people. വിടുവിക്കപ്പെടട്ടെ. Let the families be അവർ delivered. പാപത്തിന്റെ ആസക്തിയിലായിരിക്കുന്ന, Oh, they are in the realms of sin. മരണത്തിന്റെ Oh, ആസക്തിയിലായിരിക്കുന്ന, they are entangled in that death.
entangled in the spirit of death. വ്യക്തികളെ വിടുവിക്കണമേ. I pray that you deliver these യേശുവിന്റെ people. നാമത്തിൽ വിടുവിക്കാം. In the name of Jesus, let them be ഞങ്ങളെ delivered. സഹായിക്കണമേ. Oh God, you help us. ഹല്ലേലൂയ. Hallelujah.